ഞായറാഴ്ചത്തേക്ക് കൂടിപ്പോടെ അടിച്ചതല്ലേ ഞായറാഴ്ചയായിട്ട് ഒന്നോ ഒരു പൈസ ഇല്ല എവിടെ നിന്നെങ്കിലും വെച്ചിട്ട് അവിടെ 70 രൂപയേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് വിളി. ഒരു 500 രൂപ കടം പിടിയുടെ ആരെന്നെങ്കിലും. ആരെന്നാ മേടിക്കുന്നത്? ഞായറാഴ്ചയായിട്ട് പണി 10 കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. ആരെങ്കിലും പുറന്ന് വല്ല നടക്കുമോ? ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട് ഞാൻ എവിടെ നിന്ന് ഇറങ്ങി പൊളക്കുന്നു. പൊളക്കാൻ്റെ അങ്ങേയറ്റം വന്നിരിക്കുവാണ്. ഞാൻ ആരെ പൊളക്കാനാണ്? ഇന്നലത്തെ ബാക്കിയല്ലേ ഇരിപ്പുണ്ടോ ഇരിക്കുന്നത്? ഇന്നലത്തെ ബാക്കി എങ്ങനെ വരുന്നത്? അവസാനം ഇവൻ വെള്ളം ഒഴിച്ച് കുടിച്ചു. അവസാനം കുപ്പിയിലെ പകുതി അറുത്താണ് ഞാൻ കുടിച്ചത്. എന്നിട്ടും തികഞ്ഞില്ല. ഒരു വകുപ്പുണ്ട്. ആ നമുക്ക് ആക്രികാർക്കെ കൊടുത്താലേ ഇപ്പോഴും ആളുമുണ്ട്. ആക്രി ഒന്നും പറക്കാൻ വേണ്ടി അളിയൻ പറയത് കുടലിയാ. ഞാൻ പറക്കി കൊടുത്ത് മേടിച്ചോണ്ടാ കുടിക്കാനൊക്കെ പറ്റൂടെ? പിന്നെ കുടിക്കാൻ പിന്നെ അത് ഒരു കുഴപ്പമില്ല. സാധനം ഇരിക്കുമ്പോ പിന്നെ കുടിച്ചല്ലേ പറ്റൂളിയേ. ഒരു വകുപ്പുണ്ട്. കുറച്ച് സാധനം അവിടെ പറക്കി വെച്ചിട്ടുണ്ട്. എടുത്ത് കൊടറേ, എടുത്ത് കൊടുത്തോണ്ട് വാ. സമയം എന്താ 10:10 അവിടെ ചെല്ലുമ്പോഴത്തേന് സമയമാവൂല. ഇനി ഇങ്ങനെ കണകുണ പറയാതെ വല്ല നടക്കളിയാണ്. 10-200 കൂടെ ഒപ്പില്ല. അത് കൊടുത്താൽ എത്ര കിട്ടുമെന്ന് അറിയാൻ വയ്യല്ലേ. വയ്യളി ആക്രിയൊന്നും പറഞ്ഞു പറക്കാൻ വയ്യ. മൊത്തം വയ്യളി. അവിടെ ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്നാ എടുത്തോണ്ട് വാ. കൊടുക്കണം. എന്തൊരു തുറക്കണ്ടേ അവിടെ? ഇപ്പൊ 10 മണിയാവൂല. 10 കൂടെ അല്ലേ ഉള്ളു. ഡേയ് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നോക്കടേ. ചുമ്മാ കിടന്നു കളിയാ. പോലീസ് വരുന്നുണ്ട് കേട്ടാ. രാവിലെ പണിയാണെന്നാണ് തോന്നുന്നത് കളിയാ. ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് തന്നെ മാസാവസാനമായിട്ടേ കളക്ഷൻ താക്കി ഇറങ്ങിയതാ. മതി പരിപാടി അറിയാം. ഇരിക്കുന്ന ആരാടാ ഈ വണ്ടി? നോടാ, ഹെൽമെറ്റ് ഉണ്ടോടാ? ആ ബുക്ക് പേപ്പർ എടു. ഓക്കെ. കുറേടേ വണ്ടി പൊല്യൂഷൻ ഒന്നും എടുക്കണ്ടേടാ. സാർ പൊല്യൂഷൻ ഉണ്ട് സാർ. എന്ന് ഡേറ്റ് നോക്കിയേ സാർ. ഇന്നും കൂടെ ഡേറ്റ് ഉണ്ട് സാർ. ഇന്നുകൂടെ ഡേറ്റ്. എന്തായാലും ഒരു 500 രൂപ എഴുതാം. നീ ഇപ്പോൾ അടയ്ക്കുന്ന കോടതി കൊണ്ട് അടയ്ക്കുന്ന സാർ പൊല്യൂഷൻ ഉണ്ടല്ലോ സാർ അതിനകത്ത്. പിന്നെ ഞാൻ എന്തിനാ പൊല്യൂഷൻ്റെ ഡേറ്റ് കണ്ടോ? സാർ ഇന്ന് എനിക്ക് അടയ്ക്കാമല്ലോ. ഇന്ന് ഒരു ദിവസം ഉണ്ടല്ലോ. ഇന്ന് അടയ്ക്കേണ്ടതല്ല, ഇന്നലെ അടയ്ക്കണം. അല്ല സാർ, ഈ ഡേറ്റ് കറക്റ്റ് വന്നേക്കണത് കറക്റ്റ് ഈ ദിവസം അടച്ചാൽ മതി എന്നാണ്. നീ ഇപ്പോൾ പൈസ അടയ്ക്കുന്നുണ്ടോ കോടതി അടയ്ക്കുന്നുണ്ടോ? ഞാൻ പൈസ അടയ്ക്കണം സാറേ. ഇത് പൊല്യൂഷൻ ഉണ്ടല്ലോ. ഇനി ഞാൻ പൈസ നീ ഇപ്പോൾ ഇവിടെ അടയ്ക്കുന്നോ കോടതിയിൽ അടയ്ക്കുന്നോ മാത്രം. എന്തായാലും 500 രൂപ എഴുതും. ഞാൻ പൈസ ഒന്നും അടയ്ക്കുന്നില്ല. കാരണം ഇതിൽ നിയമപ്രകാരം ഇതിനകത്ത് ഇന്നും കൂടെ ഡേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ എന്തിനാ അടയ്ക്കുന്നത്? നീ എന്തോ മൊബൈൽ എടുക്കുന്നത്? നീ വന്നേ, നീ വാ. നീ എന്തൊരു മൊബൈൽ എന്തോ എടുക്കുന്നത്? സാറെന്തിനാ ചൂടാകുന്നേ? അവൻ്റെ വണ്ടിക്ക് ബുക്കും പേപ്പറും ഉണ്ട്, പൊല്യൂഷനുണ്ട്, എല്ലാം ഉണ്ട്. ഇന്നും കൂടെ ഡേറ്റും ഉണ്ട്. പിന്നെന്താ സാറേ വെറ്റി കിടക്കുന്നത്? നീ എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട, മനസ്സിലായല്ലോ? നീ പേര് പറ. നീ എവിടെ? നീ പേര് പറ. എൻ്റെ പേരെന്തുവാ? അവൻ്റെ പേര് എന്തിനാ സാറ് വയ്ക്കുന്നത്? ഇപ്പൊ സാറ് നോക്കിയ സാറ് ഇത് നോക്കി ഇതിൽ ഡേറ്റ് ഉണ്ട്. ഞാൻ ഇന്ന് വൈകിട്ട് അടച്ചോളാം. നമ്മളൊന്നും ആർക്ക് ശല്യമില്ലാതെ കടത്തന്നെ ഇരിക്കുവായിരുന്നു. സാർക്ക് എന്തിനാ വണ്ടിയുടെ നമ്പർ ഒന്ന് നോക്കി അത് പേപ്പർ എടുത്ത് കാണിക്കാൻ പേപ്പർ കാണിച്ച് എല്ലാം ക്ലിയർ ആണ്. അല്ലെങ്കിൽ ഡേറ്റ് കിടക്കൂലേ? എനിക്കറിയാം. സാറിന് ഇത്ര ഇതായി പോയത്. അല്ലെങ്കിൽ ഈ പോലീസുകാർ ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നവരെ പെറ്റിടിക്കുന്നത്. എന്തിനാ സാറേ ഇങ്ങനെ സർക്കാരിനെ പറയുക? ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നത്, ഞാൻ മാല ഇട്ടേക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാത്തത്, മനസ്സിലായോ? അതന്നെ ഞങ്ങളും പറയുന്നത്. നീയൊക്കെ സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. ചെയ്യട്ടാ, ഞാൻ ചെയ്ത് കാണിച്ചു തരാടാ. നീയൊക്കെ ഈ സംസാരിച്ചതേ ഇന്നല്ലെങ്കിൽ നാളെ നീയൊക്കെ എൻ്റെ കിട്ടും, മനസ്സിലായോ? ശരി സാർ. The next day.
ഇനി വാടാ, ഇനി വാ നീ, ഇനി വാ, ഇനി വാ, വാ 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 വാ. വണ്ടി ഒതുക്കുകയടാ. എവിടെ പോണ്? കടയിൽ എവിടാ? കടയിൽ കടയില മീൻ മേടിക്കാനാ? എൻ്റെ ഹെൽമെറ്റ് എന്ത് ചെയ്യും? ഹെൽമെറ്റ് എടുത്തില്ല. എടുത്തില്ല. ഇന്നലെ നീ തന്നെയല്ലേ അവിടെ സംസാരിച്ചേ? ആയിരുന്നോ? നീ ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞേ? ഇന്നലെ നീയും നിന്റെ കൂട്ടുകാരും കൂടെ ഇവിടെ കിടന്നങ്ങ് തിളച്ചല്ലേ? നീയൊക്കെ എന്നെ അങ്ങ് ഒലത്തോന്നാ എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞില്ല. ആ, അങ്ങനെയൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലോ സാർ, അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞത് എൻ്റെ ഈ കിട്ടും കിട്ടുമെന്ന്. സാറേ ഞാൻ പറഞ്ഞായിരുന്നോ? സാറ് അത് കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞു സാറേ. അതിപ്പം എടാ നിന്റെയൊക്കെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. സാറേ ഇന്നിപ്പം അപ്പുറത്തോടെ പോകുന്നുണ്ട് ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ് ഇത് ഹെൽമെറ്റും ഇല്ലാതെ പോയി ഒരു ആക്സിഡൻ്റ് ആയാൽ നീ എന്തോ ചെയ്യും? അത് ചോദിച്ചാൽ പോലീസുകാരൻ തെറ്റുകാരൻ അല്ലേ? അയ്യോ സാറേ അങ്ങനെ അല്ല, ഇന്നലെ ഇതൊന്നും കണ്ടില്ലല്ലോ, ഈ വിനയോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല ഇന്നലെ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. അമരെന്ത് ചെയ്യും? അതാണ് കാര്യം അല്ലേ? അളിയൻ ഇന്നും പോലീസ് പിടിച്ചോ? ലൈവ് വിടറ, ലൈവ് വിടറ. അതെന്തൊരു പരിപാടി അത്? വേണ്ട വേണ്ട ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചത്. ഹെൽമെറ്റ് ഇല്ലാത്തതിന് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു. പണി പാളി. ഇനി നമ്മളോട് വന്നു കഴിഞ്ഞാൽ മുങ്ങിയാലോ? അല്ലേ നമ്മൾ വരുന്നല്ലേ പിന്നെ എങ്ങനെ ആക്കളെ ഈ പെറ്റി കോടതി കൊണ്ടടയ്ക്കുമല്ലേ? നല്ലത് പറഞ്ഞു തരുന്ന പോലീസുകാരനെ നിനക്ക് പുച്ഛം അല്ലേ? നീ നിന്റെ കൂട്ടുകാരും കൂടെ നമ്മളെ പുച്ഛിച്ച് കളഞ്ഞു അല്ലേടാ? പന്ന സ്വാമിയേ ശരണമയ്യപ്പോ.